ശരിക്കും ആർത്രൈറ്റിസ് പ്രായമായ ആളുകളിൽ മാത്രമേ വരുള്ളൂ? ഏറ്റവും കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ കാണുന്ന കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ വാദത്തിന്റെ വേദനകൾ, ജോയിന്റ്സ് മാറി 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 വേദന വരും. സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ജോയിന്റ്സ് സ്റ്റിഫായിരിക്കും. കാല് നിലത്ത് വെച്ച് നടന്ന് ടോയ്ലറ്റിൽ പോയി വരാൻ പറ്റുണ്ടാവില്ല. ഈ ഒരു ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഒരു ഇഷ്യൂസിലേക്ക് പോകുന്നത്. നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ കളർ ഡിഫറൻസ് വരും. നമ്മൾ പൊതുവെ ഈ ആർത്രൈറ്റീസ് പ്രായമായിട്ടുള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. ശരിക്കും ആർത്രൈറ്റീസ് പ്രായമായ ആളുകളിൽ മാത്രമേ വരുള്ളൂ? വാതരോഗങ്ങൾ പൊതുവേ വയസ്സായ ആളുകളിലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നത് കൂടുതലും 90s കിഡ്സ് ഒക്കെയാണ്. അവർ പൊതുവേ വരുന്ന കൈവേദന, കാലുവേദന, കഴുത്തുവേദന. കാരണം ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ആയി കഴിഞ്ഞു. നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ കൂടുതലും ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടന്നിടത്ത് തന്നെ കിടക്കുന്ന ആളുകളാണ് പൊതുവെ. അധികം ആക്റ്റീവായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ പാടത്ത് പോയി ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊന്നും ഇന്ന് കുറവാ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയും തോറും ഇത്തരം അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. ഇപ്പൊ യൂറിക് ആസിഡ് ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ചെറുപ്പക്കാരിൽ കാണുന്ന കണ്ടീഷനാണ്. അതായത് ഇപ്പോൾ വാദത്തിന്റെ വേദനകൾ, ജോയിന്റ്സ് മാറി 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 വേദന വരും, നീര് വരും. ഇപ്പം ചിലപ്പം ആംഗിളിൽ നീരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ നീര് മാറി വേറെ സ്ഥലത്തോട്ടാവും, ചുമപ്പ് കളർ ഉണ്ടാവും. ഇവർക്ക് കാല് നിലത്ത് കുത്തി നടക്കാൻ പറ്റില്ല. ഇപ്പൊ കാലത്തെ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ജോയിന്റ്സ് സ്റ്റിഫായിരിക്കും. കാല് നിലത്ത് വെച്ച് നടന്ന് ടോയ്ലറ്റിൽ പോയി വരാൻ പറ്റുണ്ടാവില്ല. പിന്നെ ഒന്ന് വെയിലൊക്കെ ചൂടായി വരുമ്പോഴായിരിക്കും ഈ വേദനയൊക്കെ ഒന്ന് കുറയുന്നത്. യൂറിക് ആസിഡ് പോലെ തന്നെയാണ് ഇപ്പൊ ആമവാദത്തിന്റെ RA ഫാക്ടർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും കൂടെ ഒന്ന് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. എൻ്റെ ഏജിലുള്ള, അതായത് ഒരു 27-28 ആയിട്ടുള്ള എൻ്റെ സുഹൃത്തിന് ഈ ഫാറ്റി ലിവർ, അത് ഒരാൾക്ക് മാത്രമല്ല 3-4 പേർക്കുണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് ഇത് ആണുങ്ങളിലാണോ കൂടുതൽ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഈ 4 ഫ്രണ്ട്സും ആണുങ്ങളാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണോ ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്? അതൊരു ട്രിഗറിങ് പോയിന്റ് ആണോ? ഫാറ്റി ലിവർ പൊതുവെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ അങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ ഇതിപ്പോ അങ്ങനെ കണ്ടിട്ട് എല്ലാവർക്കും ഇതൊരു കോമൺ ഫാറ്റി ലിവർ അല്ലേ, എനിക്ക് ഗ്രേഡ് 1 നിനക്ക് ഗ്രേഡ് 2, ശരി, അങ്ങനെ അങ്ങ് വിട്ടു പോവാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡും എക്സസൈസും ഒക്കെ കയറ്റി കഴിഞ്ഞാൽ തന്നെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നത് പിന്നീട് ലിവറിന് ഡാമേജ് വരുത്താൻ അത് കാരണമാവും. നമുക്ക് അതിന്റെ ഫുഡ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും വിചാരിക്കും ചിക്കൻ കൂടുതൽ കഴിക്കുന്നവര് അല്ലെങ്കിൽ നോൺ വെജ്, കൊഴുപ്പ്, സ്പൈസി ഇത് കഴിക്കുന്നവർക്കാണ് ഫാറ്റി ലിവർ വരികയെന്ന്. പക്ഷെ ചോറ് തന്നെ നല്ല കൂടുതൽ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വരും. കാരണം നമുക്കിപ്പോ നോർമൽ ഒരു ഫുഡ് നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജിനേക്കാളും കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചോ, ചോറിന്റെ അളവ് കൂടുതൽ കഴിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും എനർജി വരുന്ന ഈ ഫുഡ് വരുന്നത് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക. അത് നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഒരു ഇഷ്യൂസിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് അത്രയും ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പോംവഴിയുള്ളത്. അതുപോലെ ഇപ്പൊ ഫാറ്റി ലിവർ അത് കാരണം ശ്രദ്ധിക്കാണ്ടും ഇരിക്കരുത്. നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നെറ്റിയിലും ഒക്കെ കളർ ഡിഫറൻസ് വരും. നമുക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ നല്ലോണം വരാൻ സാധ്യതയുണ്ട്. ദഹന പ്രശ്നങ്ങൾ ഒരുപാട് വരും. റൈറ്റ് സൈഡിൽ ഒരു വേദന വരെ തോന്നാം. അടിവയർ ഒരുപാട് തൂങ്ങി നിൽക്കുന്നതായിട്ട് വരാം. ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇതിനെ കാണിക്കും. പക്ഷെ പലപ്പോഴും അത് ശ്രദ്ധിക്കാണ്ട് പോകും. അതാണ് കാരണം.